ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സുന്ദരിയായിട്ടിരുന്നതെന്ന് ഉള്ള ഒരു സീക്രട്ടാണ് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും ആണ്. ഇത് നമുക്ക് ഈസിലി നമ്മുടെ അങ്ങാടി ഷോപ്പിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ ഞാനൊരു 2-3 വാങ്ങി കേട്ടോ. വളരെ അടിപൊളി സാധനമാണ്. നമുക്ക് അധികം പൈസ മുടക്കില്ലാതെ തന്നെ നമ്മുടെ സൗന്ദര്യം കാത്തു സംരക്ഷിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇതുണ്ട്, 2-3 ഉണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടിന്നിലിട്ട് അടച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും നനയാൻ പാടില്ല. അതുപോലെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് രക്തചന്ദനം അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ അരകല്ലെ വെച്ച് അരച്ചെടുക്കാറാണ് പതിവ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയൊക്കെ വാഷ് ചെയ്യുന്ന കല്ലുണ്ടെങ്കിൽ അത്തലിട്ട് ഉരച്ച് കഴിഞ്ഞാലും ഈസിലി അതിങ്ങനെ പൊടിഞ്ഞു പോരും. ഇത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതാട്ടോ ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് വാങ്ങുന്ന രക്തചന്ദന പൊടിയില്ല, അതിനേക്കാളും ബെസ്റ്റ് ഇതാണ്. കുറച്ച് മെനക്കേട് പിടിച്ച പണിയാവുന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലൊരു മാജിക്ക് തന്നെ പ്രവർത്തിക്കും. കാരണം നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ആക്നെ സ്പോട്ട്സ് ഇതെല്ലാം കുറച്ച് നമ്മുടെ സ്കിൻ നല്ല ഒരു 2 ഷെയ്ഡ് ബ്രൈറ്റർ ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ മറ്റ് ആഗ്നയൊക്കെ വരുത്തുന്ന ബാക്ടീരിയാസൊക്കെ ഇല്ലേ, അതിൽ നിന്നെല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു നല്ല നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഒരു സ്കിന്നൊരു ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് അരച്ചെടുക്കൽ കുറച്ചൊരു പണിയാണ് കേട്ടോ. കുറച്ച് ക്ഷമയുള്ളവർക്ക് ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. കുറച്ച് ക്ഷമയുള്ളവർക്ക് ഇത് ഈസിലി അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം എടുത്ത് ഇത് ഞാനിങ്ങനെ ഉരച്ച് അയ്യോ എൻ്റെ കൈയുടെ ഇടപാട് തീർന്നു, അടുത്ത ഇടപാട് തീർന്നുട്ടോ. കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ അരയ്ക്കുന്നതാണ്, ഒരു രക്ഷയില്ല. ഹോ എൻ്റെ അമ്മോ മതി. അങ്ങനെ ഒരു പ്രകാരത്തിൽ ഒരാളുടെ മുഖത്ത് വെക്കാൻ ഒരു ഇച്ചിരി മതി കേട്ടോ. പക്ഷേ എത്ര നേരം എന്നിങ്ങനെ ഉരച്ചാലാണെന്നറിയുന്നത് വരുന്നത് മടുത്ത് എൻ്റെ അമ്മച്ചേ മതി. എന്നാലും വേണ്ടില്ല, തുണിഞ്ഞിറങ്ങിയതല്ലേ, അരച്ചിട്ട് തന്നെ കാര്യം. ഒരച്ചൊരച്ച് ഇത് ഇച്ചിരി പണിയാട്ടോ. എന്താണേലും പണിയെടുത്താലും നമ്മുടെ ഒരു റിസൾട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോവുകയാണ്, പണി നിർത്തി. അയ്യോ, ഞാൻ ഫെയറാവുന്ന കാര്യം കൊടുത്തിട്ട് ഓടി അടച്ച് പിന്നെയും വന്നു. ഇത് അരച്ചിട്ടിട്ട് തന്നെ കാര്യമുള്ളൂ. ഒരു പ്രകാരത്തിൽ നിന്ന് ഉരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഉരച്ചൊരച്ച് എൻ്റെ കൈ തേഞ്ഞ് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിവേ കൈയുടെ ഇടപാട് തീർന്നു, അതൊക്കെ മതി. അത്രയൊക്കെ ഫെയറായാൽ മതി. എനിവേ അത്രയും മതി എന്ന് വെച്ചു കേട്ടോ. രക്തചന്ദനം അത്രയ്ക്ക് മടുത്തു പോയി ഞാൻ അരച്ചരച്ച്. ഇനി അടുത്തായിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞളാണ് വേണ്ടത്. ആകെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത്രയും അരച്ചിട്ട് ഇത്രയും കിട്ടിയുള്ളൂ ഗൈസ്. ഇനി നമുക്ക് കസ്തൂരി മഞ്ഞൾ അരച്ചെടുക്കണം. പിന്നെ അതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ, ഭയങ്കര സ്മെല്ലാണ്. അരച്ച് പോവാണ് അങ്ങോട്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് രക്തചന്ദനമായി. ഇനി കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ അത് മൊത്തമൊന്നും വേണ്ട കേട്ടോ. നമ്മളത് മറ്റേ പിള്ളക്കല്ല് വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അതിൽ ഏറ്റവും കുഞ്ഞ് പീസ് മതി നമുക്ക്. ബാക്കിയുള്ള മുട്ടൻ പീസുകളെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് ടിന്നിലിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ്. അത് സൂക്ഷിച്ച് വെക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്, അല്ലെങ്കിൽ അത് പൂത്തു പോകും കേട്ടോ. അപ്പോൾ ഏറ്റവും കുഞ്ഞി കഷ്ണം മതി. അത് നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാം. ഏറ്റവും കുഞ്ഞി കഷ്ണം മതി. നമ്മുടെ ഫേസിന്, എൻ്റയർ ഫേസിന് അത്രയും മതിയാവും. അപ്പോൾ ആ ഒരു കുഞ്ഞി പീസ് അരച്ചെടുക്കാൻ വേണ്ടി മുട്ടൻ പിള്ളക്കല്ല് എടുത്ത് ഞാനിട്ട് അരയ്ക്കും കേട്ടോ. എൻ്റെ അമ്മ ആ കല്ല് എടുത്ത് വെക്കണമെങ്കിൽ ജിമ്മിൽ പോകണം. ഞാൻ അത്യാവശ്യം ജിമ്മിൽ പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. എനിവേ പണ്ടത്തെ കാലത്ത് പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടിരുന്നതെന്നുള്ള ഇപ്പം മനസ്സിലായിട്ടോ. ഈ അരകല്ലും പിള്ളക്കല്ലും ഒക്കെ യൂസ് ചെയ്ത് ആരാ ഹെൽത്തി ആവില്ലാത്തത്. ഇപ്പം മിക്സിയും അതും ഇതെല്ലാം കണ്ടുപിടിച്ചാൽ പിന്നെ ആർക്കും വലിയ എക്സസൈസ് ഇല്ലല്ലോ. ഇതുണ്ടോ എൻ്റെ ബോഡി കണ്ടോ ജിമ്മായിട്ടിരിക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ജിമ്മായിട്ടിരിക്കുന്നത്. എനിവേ നമ്മുടെ അരകല്ലും പിള്ളക്കല്ലും നല്ല ഹെവി സാധനമായതുകൊണ്ട് ഇത് ഇച്ചിരി പോകുന്ന കസ്തൂരി മഞ്ഞൾ കാണാൻ പോലും ഇല്ലാണ്ടായിട്ടോ. ആ കല്ലേ പറ്റി തീർന്നു പോയല്ല. എനിവേ നമുക്ക് അത്രയും മതി. അതെല്ലാം തൂത്ത് പഠിച്ചിട്ട് താഴേക്കായിരുന്നു തൂക്കേണ്ടത്. ഞാൻ മുകളിലേക്ക് തൂത്തു അറിയാതെ. കുറേ നാളായി ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചമ്മന്തി അരയ്ക്കാനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതർവൈസ് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അവിടെ തന്നെ ഒരു കാഴ്ച വസ്തു പോലെ ഇരിക്കുന്ന സാധനമാണ് അരകല്ലും പിള്ളക്കല്ലും. എനിവേ കുറേ നാൾ കൂടി ഇപ്പോഴാണ് കേട്ടോ ഒരു ഉപയോഗം വന്നത്. അത് നമ്മളിതേ കസ്തൂരി മഞ്ഞൾ ഈ ഒരു രക്തചന്ദനം അരച്ചതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മളിതേ മുഖത്തേക്ക് അരച്ച് പൊത്താൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സ്കിൻ ഗ്ലോ ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഉണ്ടാകുന്നത് കുറയ്ക്കുന്നതാണ് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഫേഷ്യൽ ഹെയറൊക്കെ ഉണ്ടായിരിക്കാൻ മഞ്ഞൾ യൂസ് ചെയ്താൽ നല്ലതാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഹീല് ചെയ്യുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്. സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും, അതിനൊക്കെ വളരെ നല്ലതാണ്.
എസ്പെഷ്യലി ഫെയർ ആവാനായിട്ട് വളരെ നല്ലൊരു സാധനമാണ് കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനമൊക്കെ. സോ ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മൾ ഇടുമ്പം അത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക. ഡേ ടൈമിൽ ഇങ്ങനത്തെ പാക്കുകൾ ഇടുന്നത് ഒഴിവാക്കുക. കാരണം നമ്മളിത് സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നേരെ വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. സ്കിൻ ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രാത്രി മാത്രമേ ഇങ്ങനെ ഫേസ് പാക്കുകളൊക്കെ ഇടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇത് സൺ എക്സ്പോഷർ ഏൽക്കേണ്ട ഒരു സാധ്യതയും വരുന്നില്ല. സോ അതാണ് സേഫ്. ഇനി പകൽ സമയം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതാണ്, മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഇരിക്കണം, എന്നാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. നല്ലോണം ഡ്രൈ ആവണം. ഇനി പെട്ടെന്ന് ഡ്രൈ ആയി പോകണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പണ്ടൊക്കെ ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുമായിരുന്നു. വേറെ ഒന്നുമല്ല, പേരമരമില്ലേ, പേരമരത്തിലെ ചെറിയ ഇലകളുണ്ടാവും, ജസ്റ്റ് ഫ്രഷ് ആയിട്ടുണ്ടായ ബഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് കൂടി ഇതിനകത്ത് അരച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ്. നല്ലതായിട്ട് മുഖം നല്ല ഫെയർ ആവും. അതുപോലെ തന്നെ പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്താലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ലോണം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ.